ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഞാൻ മുട്ട അടിച്ചില്ല. അപ്പോൾ നെക്സ്റ്റ് വൺ കേട്ടോ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയും. ഇതാണ് അറ്റ് ദ മൊമെൻ്റ് എടുക്കുന്നത് വയറ് കുറയ്ക്കാനായിട്ട്. ഞാൻ റീസെൻ്റ്ലി നമ്മളൊരു ഫാമിലിയിലെ ഒരാളുടെ കാര്യം അറിഞ്ഞതാണ്. ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് നിന്ന് ഞാൻ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ ഇല്ല, ഞാൻ ഇതുവരെ നോക്കിയില്ല. ഇവിടെ ഞാൻ ഫുള്ള് തിരക്കായിരുന്നു. ഇന്ന് ഞാൻ ഇപ്പം തന്നെ ഞാനത് നോക്കാം. കുഴപ്പമൊന്നുമില്ലായിരിക്കും, കാരണം നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണല്ലോ ഇതുവരെ ചെയ്ത എഡിറ്റിംഗ് എല്ലാം. പിന്നെ ഇൻട്രോയും കൂടെ ചെയ്താൽ ഇട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ കയറി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ അത് കണക്ക് വേറെ നെക്സ്റ്റ് വീഡിയോ, യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം വെനവർ യു ആർ ഫ്രീ അതും കൂടെ ചെയ്തോ. ബാക്കി 2 ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഹോസ്മോ പോക്കറ്റിനകത്ത് കിടക്കുകയാണ്. ഞാനിപ്പോൾ അത് ഒന്ന് ഈ ലാപ്പിലോട്ട് കയറ്റിയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവിനകത്തേക്ക് ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം, കാരണം ഒരുപാട് സ്പേസ് എടുക്കുന്നതാണല്ലോ. ഇപ്പോൾ 200 GB ഐ മീൻ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വൈഫിൻ്റെ അടുത്ത് വേറൊരു ഡ്രൈവ് ഉണ്ടെന്ന് 200 GB. അപ്പം അതിനകത്ത് അതിപ്പോൾ നോക്കിയപ്പോൾ 200 GB ഇല്ല എന്നൊക്കെ പറയുന്നു. ഞാനതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. മനസ്സിലെ വീഡിയോ കൊള്ളാം കേട്ടോ. ബാക്കി ഡൗൺലോഡ് ആയിട്ടില്ല. ഞാൻ ഹോട്ടലിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും സ്ലോ ആണെന്ന് എനിക്കറിയത്തില്ല. കണക്ഷൻ സാധാരണ നല്ല ഫാസ്റ്റാണ്. ഇന്നലെയൊക്കെ സ്പീഡുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഡൗൺലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല, തിരക്കായിപ്പോയി. ഇന്ന് ഫ്രീ ആയില്ല. ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഓരോന്നോരോന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റീൽസും കൂടെ നോക്കട്ടെ, ഞാൻ അയച്ചു തരാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് റീമേക്ക് ചെയ്യാം. അതേ കണക്ക് നമ്മൾ മറ്റേ പേജിൽ കാറിൻ്റെ വീഡിയോ ഒരുപാട് കൂടുന്ന പോലെ തോന്നിക്കുന്നത്, നമ്മളില്ല ഷോ ഓഫ് മാത്രം കാണിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്താ പറയുക, ജസ്റ്റ് മിക്സ്ചർ ഓഫ് എവറിത്തിങ് കിട്ടോ. നമ്മൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് മോട്ടിവേഷണൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം കാറ് മാത്രമായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ബാക്കി ഇൻസ്റ്റാഗ്രാം പേജസൊക്കെ നോക്കി നോക്ക്. ഇഫ് യു ഫൈൻഡ് എനിത്തിങ് നല്ലതായിട്ട് തോന്നിക്കുന്നെങ്കിൽ അതുപോലത്തെ നമുക്കൊന്ന് റീമേക്ക് ചെയ്യാം. ഓക്കെ, അടുത്തുണ്ടല്ലോ, നോക്കട്ടെ. പിന്നെയും കാറിൻ്റെ അയ്യോ, എല്ലാം കാറിൻ്റെ ആണല്ലോ, കുഴപ്പമില്ല. നമ്മൾ എല്ലാം കാറിൻ്റെ ഇട്ടാൽ ശരിയാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് മെസ്സേജ് ആരുണ്ട്? മുസ്തഫ Airbnb. മുസ്തഫ, നമുക്ക് 15,000 dirhams നമുക്ക് സ്റ്റേജിങ് ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഐക്കിയ നിന്ന് എല്ലാ സാധനവും എടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫോർ സം റീസൺ ഐക്കിയ ഫേർണിച്ചേഴ്സ് ഇടുന്ന സ്ഥലത്ത് ബുക്കിങ്സ് ഭയങ്കര കുറവാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കുക. കാരണം മുസ്തഫയ്ക്ക് ഓൾറെഡി ആ ഒരു ഫീൽഡിൽ കുറേ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണല്ലോ, എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്കി. ഈ ഡ്രാഗൺ മാർട്ട് എന്ന് എനിക്കിപ്പോൾ പറഞ്ഞത് ഐക്കിയയുടെ തന്നെ എന്തെങ്കിലും ഭാഗമായിട്ടുള്ളതാണോ അതോ ഡ്രാഗൺ, എനിക്ക് എന്താണെന്ന് അറിയില്ല ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞത്. അപ്പം വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കി നോക്കുക. അത്ര ട്രസ്റ്റഡ് അല്ലാത്ത കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് എടുക്കണ്ട. കാരണം ആൾക്കാർ വന്ന് നിന്ന് സാധനങ്ങളെല്ലാം റൺ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ മെനക്കേടാവുമല്ലോ. അല്ല, ഞാനിപ്പോഴാണ് ഓർത്തത്, നമുക്ക് ഐക്കിയിൽ നിന്ന് എന്താണ് ആക്ച്വലി എടുക്കാനുള്ളത്? ഓൾറെഡി ഫേർണിച്ചറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ബാക്കി സാധനങ്ങളല്ലേ ചെയ്യാനുള്ളൂ. ഫേർണിച്ചേഴ്സ് എല്ലാം ഓൾറെഡി ഇട്ടേക്കല്ലേ പ്രോപ്പർട്ടിയിൽ. ബാക്കി വൈറ്റ് ഗുഡ്സൊക്കെ ലാൻഡ് ലോഡ് വെക്കുന്നതാണല്ലോ. ബാക്കി എന്തായിരുന്നു നമുക്ക് ആക്ച്വലി ഐക്കിയിൽ നിന്ന് വാങ്ങിക്കാനുള്ളത്? ചെറിയ ഐറ്റംസ് അല്ലേ, അത് പിന്നെയും കുഴപ്പമില്ലായിരിക്കും. ഞാനിപ്പോഴും ഓർത്ത്, ഞാനിപ്പോഴും
ഫേണിച്ചർ അയക്കുകയെന്ന് വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ബാക്കി ബെഡ്ഷീറ്റ് ഡുവേ കവർ ഒന്നും പ്ലെയിൻ വെയിറ്റ് എടുത്ത് കളയില്ല കേട്ടോ, നമുക്ക് കളർഫുള്ളാണ് എടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നോക്കുക, കാണാൻ കൊള്ളാവുന്നതായിട്ടുള്ളത് നോക്കുക. എന്നിട്ട് വി ജസ്റ്റ് അത് കണക്ക് നമുക്ക് സിമിലറായിട്ട് എന്തെങ്കിലും നമുക്കും ചെയ്യാം. ഒരു ഫീച്ചർ വോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. അത് കണക്ക് നമ്മൾ സ്വന്തമായിട്ട് ഐഡിയാസ് എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനർ അല്ലാത്തതുകൊണ്ട് ബിഗ് ഫ്ലോപ്പായിട്ട് മാറും. അത് യൂഷ്വലി അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്ന്, പക്ഷേ ചെയ്ത് കഴിയാൻ നേരത്തെ ഒട്ടും കൊള്ളില്ലായിരിക്കും. എൻ്റെ അനുഭവമാണ്. ചിലപ്പോൾ മുസ്തഫയ്ക്ക് അറിയായിരിക്കും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഗൂഗിളിൽ നോക്കുക, നല്ലതായിട്ട് കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി അതേ കണക്ക് ആ കളർ തീമും എല്ലാം വെച്ച് സെയിം ആയിട്ട് കോപ്പി ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുണ്ട് കുറേ മെസ്സേജസ്. പക്ഷേ ഞാനിപ്പോൾ കേട്ട് വോയിസ് മെസ്സേജ് ഞാൻ ക്യാമറയിൽ കേൾപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1-2 ക്ലയൻസിൻ്റെയും നമ്മളെ 1-2 മെൻറ്റീസിൻ്റെയാണ്. അവരെന്താ പറയുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിൽ ഞാൻ പ്ലേ ആക്കാത്തത്. നമുക്ക് നമ്മളെ നാദിർഷ ബ്രോ തന്നെയുണ്ട്, 20 സെക്കൻഡ് ഓഡിയോ ഉണ്ട്, കേട്ട് നോക്കാം. കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് കട്ട് ചെയ്ത് കളയും, കുഴപ്പമില്ലാതാണെങ്കിൽ നിങ്ങൾ കേട്ടോ. കുഴപ്പമില്ല. യെസ്, ഞാൻ സൗദിയിലെത്തി, ഉംറ കഴിഞ്ഞു. കാലൊക്കെ നല്ല വേദനയുണ്ട്. കാർഡിയോ ഒന്നും ജിമ്മിലൊന്നും അധികം നല്ലപോലെ ചെയ്യുന്നതല്ലല്ലോ. അത് കാരണം ഇവിടെ ഒന്ന് 4-5 മണിക്കൂർ നടന്നപ്പോൾ കാലൊക്കെ പെയിനുണ്ട്. അൽഹംദുലില്ലാ, എന്തായാലും കുഴപ്പമില്ലായിരുന്നു. മറ്റേ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സർവീസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഒരു വെബ്സൈറ്റ് വരും, അതിൽ കയറുക, ലാൻഡ് ലോഡിൻ്റെ ഡീറ്റെയിൽസ് വിച്ച് ഇസ് നാദിർഷ ഒരു പ്രൊഫൈൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. വെരി ഈസി, എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ്. എന്നിട്ട് അതിനകത്ത് എന്താ പറയുക, മെൻഷൻ ദാറ്റ് യു ആർ ദ മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്യുക. അതിനകത്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒന്നും എഴുതാനൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് ടെനൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത കാശ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുത്തേക്കും, അതിനകത്തോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് യൂഷ്വലി ഒരു 24 hours കഴിയാൻ നേരത്ത് അവർക്ക് റിസീവായി എന്ന് പറഞ്ഞാൽ ഒരു കൺഫർമേഷനും പറയും. അതിൻ്റെ കൂടെ തന്നെ അവരൊരു ടെനൻസി TDSൻ്റെ ഒരു സർട്ടിഫിക്കറ്റും തരും. സോ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ലാൻഡ് ലോഡിന് ടെനൻറ്റിന് നമ്മൾ അയച്ചു കൊടുക്കണം. ടെനൻറ്റ് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മളിത് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം ടെനൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്യാൻ നേരത്താൽ ഓട്ടോമാറ്റിക്കലി ടെനന് ഒരു ഇമെയിൽ പോവും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അവർക്ക് അയച്ചു കൊടുത്തേക്കണം. പിന്നെ ജസ്റ്റ് മേക്ക് ഷുവർ ബാക്കി കാര്യങ്ങളല്ല, അതായത് ടെനൻറ്റ് കയറാൻ നേരത്തെ ഹൗ ടു റൺ ഗൈഡ്, EPC, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ്. പിന്നെ ടെനൻ ഡെപ്പോസിറ്റ് സ്കീമിൽ വിത്തിൻ 30 days ഓഫ് അവർ പ്രോപ്പർട്ടിയിൽ കയറി കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 30 days തന്നെ എല്ലാം ഇടുക. അതെല്ലാം കറക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ കണക്കൊരു മുട്ടം പണി കിട്ടും. എനിക്കിപ്പോഴും ഒരു വാടകക്കാരൻ 13,000 സംതിങ് തരാനുണ്ട്, 13 ലക്ഷം ആൾ തരാനുണ്ട്. അപ്പം നമ്മളെ സൈഡിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അത് നമുക്ക് എഗെയിൻസ്റ്റ് അവർ യൂസ് ചെയ്യും വാടകക്കാർ. അപ്പം ഒരു നാണവും ഇല്ലാതെ 6 മാസത്തോളം വാടകയും തരാതെ താമസിച്ചിട്ട് ഇപ്പോൾ വാടക എന്നാലും തരാതിരിക്കാൻ നമ്മൾ എവിക്ഷനൊക്കെ ചെയ്ത് അയാളെ പിടിച്ച് പുറത്താക്കിയില്ല, അയാൾ തന്നെ ഇറങ്ങി. എന്നിട്ടും എവിക്ഷൻ ഒക്കെ നടക്കുകയാണ്, എന്നാലും അയാൾ വാടക തരാതിരിക്കാനുള്ള എല്ലാ മാർഗവും നോക്കുക. അപ്പോൾ ഈ ഒരു സിനാരിയോ ഒന്നും അതിനകത്തൊന്നും പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ DPS എല്ലാം ചെയ്യണം. അങ്ങനത്തെ ഒരു അനുഭവം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 10-13 ലക്ഷത്തിന് മേലെയാണ് കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അങ്ങനത്തെ സിനാരിയോ വരാതിരിക്കാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുമ്പം എല്ലാ പണിയും കൂടെ ഒന്നിച്ച് വരും. സോ അത് നമ്മളൊരു 1% ക്ലബ് മെമ്പറായിരുന്നു. പുള്ളി അടിപൊളി, വഴി എന്താ പറയുക, വർക്ക് എത്തിക് അടിപൊളിയാണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്യും. ഒരു ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, ഇഷ്ടം പോലെ പരിപാടികൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു 100 പ്രോപ്പർട്ടിക്ക് മേലെ പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്
ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നു. പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് പുള്ളി ഇപ്പം. ഹൂ എൽസ് വി ഹാവ് ഡോക്ടർ ഇൻഷാദ്. ഇതും ഞാൻ കേൾക്കും, പ്രശ്നമാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹിയർ. ബൈ ദ വേ, ഞാൻ സ്പീഡ് വോയിസ് കേൾക്കുന്നത് 1.5 അല്ലെങ്കിൽ 2 ഇട്ടിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം സമയമില്ലാത്ത കാരണം 2 മിനിറ്റ് 1 മിനിറ്റ് ഓഡിയോ ആണെങ്കിൽ എനിക്ക് 1 മിനിറ്റ് ഇരുന്ന് കേൾക്കാൻ സമയമില്ല. അത് കാരണം ഞാൻ സ്പീഡ് 1.5 അല്ലെങ്കിൽ 2 ഇട്ടിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കേട്ട് ശീലമായിട്ട് എനിക്ക് അത്യാവശ്യം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് വോയിസ് കേൾക്കുമ്പോൾ ആലോചിച്ചാണ് ഞാനെന്താ എത്ര സ്പീഡ് കിട്ടി കേൾക്കുന്നത്. അപ്പോൾ ഒരു സ്പീഡ് സംസാരിക്കുന്നതല്ല, ഞാൻ സ്പീഡിൽ ഇടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ കേട്ടോ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയും. ഇതും കട്ട് ചെയ്ത് കളയുന്നല്ല, നേരത്തെ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല, അത് കട്ട് ചെയ്യത്തില്ല. അത് ഇറ്റ്സ് ഗോണ ബി ദാറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ മാഞ്ചസ്റ്ററിലാണ്. ഞങ്ങൾ ഒരു സ്ട്രീറ്റ് മൊത്തം ഞങ്ങൾ ഏജൻസികൾ നടന്ന് കയറി ചോദിച്ചു. ഒറ്റയാണ് ഞങ്ങൾ വേണ്ടി ഞാനും ആവശ്യം മാഞ്ചസ്റ്റർ സിറ്റി സെൻ്ററിലുള്ള ഓരോ ഏജൻസികളും കയറി കമ്പനിയിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പുറത്താക്കും. ഇനിയിപ്പോൾ ഒന്നിലേക്ക് ഏജ് മാറ്റാൻ കഴിക്കാം. മാഞ്ചസ്റ്ററിൽ സിറ്റി സെൻ്ററിൽ നടക്കില്ല, എല്ലാവരും പറ്റ തീരുമാനത്തിലാണ് മുന്നോട്ട് കൊടുക്കാൻ പറയും. പിന്നെ വേറെ ഏതെങ്കിലും ഭാഗം നോക്കണം എന്ന് വിചാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ലീഡ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കൂടി നോക്കണം. കാരണം മാഞ്ചസ്റ്റർ ചോദിച്ചിടത്തോളം ഇപ്പോൾ 2 ആഴ്ച ഞാൻ പുറകെ നടന്ന പല ലാൻഡ്മാർക്കിനോട് ഏജൻസിനോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല, ഒക്കെ ട്രൈ അയക്കണത്. അപ്പോൾ നമ്മൾ ക്ലബ്ബിലെ 2 ആൾക്കാർ, ഡോക്ടർ ഇൻഷാദും ഹാമിഷും, അവർ 2 പേരും കൂടെ മാഞ്ചസ്റ്ററിൽ കുറേ ഏജൻസിയിൽ കയറി. പല ആൾക്കാരും കമ്പനിയിലിട്ട് തരത്തില്ല എന്നാണ് പറഞ്ഞത്, സബ്ലെറ്റ് ചെയ്യാൻ തരത്തില്ല എന്നാണ് അവർ പറയുന്നത് എന്നാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു 45 സെക്കൻഡ് ഓഡിയോ നമ്മളൊരു 10-15 സെക്കൻഡിൽ തീർത്തു. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അത് കുഴപ്പമില്ല, കാര്യമാക്കണ്ട. എനിക്ക് ഒരേ ഒരു ദിവസം തന്നെയാണ് എനിക്ക് 8 പേര് യെസ്സും പറഞ്ഞത്. അപ്പോൾ അത് ഒട്ടും കാര്യമാക്കണ്ട. പിന്നെ പറ്റുമെങ്കിൽ ട്രൈ ടു കൊളാബ് വിത്ത് ആരായിരുന്നു, നമ്മളെ ക്ലബിലുള്ള 1-2 ആൾക്കാർ മാഞ്ചസ്റ്ററിൽ സെക്യൂർ ചെയ്തവരുണ്ട്, റെൻ്റ് പ്രോപ്പർട്ടീസ്. അപ്പം അവരുമായിട്ട് കൊളാബ് ചെയ്താൽ അവർ ത്രൂ കണക്ഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അവർ തരുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ യു ക്യാൻ ആസ്ക്. കാരണം ഒബ്വിയസ്ലി അവർ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി തരുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അവർക്ക് സോഴ്സ് ചെയ്ത് 3000 പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്ന പോലെ ആയി പോകുമല്ലോ. അപ്പം അത് കാര്യമൊക്കെ ഞാനായിട്ട് പേര് പറയുന്നില്ല. ഇഫ് യു ജസ്റ്റ് ഗോൺ നമ്മൾ ഗ്രൂപ്പ് ചാറ്റിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ വേറെന്തായിരുന്നു, ഈ മാഞ്ചസ്റ്ററിലൊക്കെ ഞാൻ റീസെൻ്റ്ലി നമ്മളൊരു ഫാമിലിയിലെ ഒരാളുടെ കാര്യം അറിഞ്ഞതാണ്. അപ്പം ആ പുള്ളിയുടെ എൻ്റെ ഒരു അങ്കിളായിട്ട് വരും. ആ പുള്ളിയുടെ മോൻ UK പോയി, കാർഡിഫിലായിരുന്നോ മൂവ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന്, കാർഡിഫ് മലയാളീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് എല്ലാവരും എവിടെയൊക്കെ പ്രോപ്പർട്ടി എന്തൊക്കെ അവൈലബിൾ ആണ് എന്നെല്ലാം ഇടും. അപ്പോൾ ഇതുപോലെ ഇഫ് യു ഹാവ് എ പാച്ച്, ഇഫ് യു തിങ്ക് ഇറ്റ്സ് മാഞ്ചസ്റ്റർ, അതേ കണക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എളുപ്പമാവും. അവൈലബിൾ പ്രോപ്പർട്ടീസും അതിനകത്ത് തന്നെ ലാൻഡ് ലോഡ്സൊക്കെ കാണും, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ത്രൂ സെക്യൂർ ചെയ്യാനാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം അവർക്ക് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായവരൊരിക്കലും നോ പറയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പം അത് ജസ്റ്റ് ഒന്ന് തപ്പി നോക്ക്. എങ്ങനെയെന്ന് എനിക്കറിയില്ല, എന്നാലും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തപ്പി നോക്കിയാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഹാമിഷ് വേറൊരു പ്രോപ്പർട്ടി, ഒരു സീ ഫ്രണ്ട് പ്രോപ്പർട്ടി ഒരെണ്ണം നോക്കിയായിരുന്നല്ലോ. ആ ലൊക്കേഷൻ എന്തായി? അവിടെ ഷോർട്ട് ടേം ലെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ. നെക്സ്റ്റ് വൺ, വി ഹാവ് അവർ ന്യൂ മാർക്കറ്റിംഗ് മാനേജർ. പുള്ളിക്കാരത്തി ഇതുവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എത്ര നാളായിട്ടാണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനെന്ന്. ഇതിങ്ങനെ ഡിലേ ആയി പോയാൽ നമുക്ക് കാര്യം നടക്കത്തില്ല. ഫെബ്രുവരി 15 തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, ഇന്നിപ്പോൾ 16 17 ആയിട്ടുണ്ട്. എൻ്റെ സമയം പോകുന്നു. എത്രയും പെട്ടെന്ന് തുടങ്ങിത്തരും. പുള്ളിക്കാരത്തി വോയിസ് അല്ല അയച്ചത്, ചാറ്റിൽ ടൈപ്പ് ചെയ്ത് അയച്ചതാണ്. പുള്ളിക്കാരത്തിയും ഹസ്ബൻഡും കൂടെ ഒരു പ്രോപ്പർട്ടി സെക്യൂർ ചെയ്തു. അതൊരു ഷോർട്ട് ടേം ലെറ്ററാണ്. നമ്മൾ 1% മെമ്പറാണ് കേട്ടോ ഇവരും. അപ്പോൾ അവർ ഒരു ഷോർട്ട് ടേം ലെറ്ററാണ് സെക്യൂർ ചെയ്തത്. അപ്പോൾ അത് സ്റ്റേജിങ് ചെയ്യണം. സ്റ്റേജിങ് എന്ന് വെച്ചാൽ ഫേർണിച്ചറൊക്കെ ഇട്ട് ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ലാൻഡ് ലോഡായിട്ട് ഡിലേ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ്, അവിടെ കിടക്കുകയാണ്, ആ വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുക. അപ്പം അതിനിടയ്ക്കാണ് ഞാനിപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ പൊസിഷനെ ഞാനിപ്പോൾ ആളെ നോക്കുന്നത്. പുള്ളിക്കാരത്തി സ്യൂട്ടബിളായിട്ട് തോന്നിച്ചുകൊണ്ട് നമുക്കൊരു 3 months പ്രൊബേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പക്ഷേ അത് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി തുടങ്ങാൻ പറ്റുന്നില്ല, തിരക്ക് കാരണം. അപ്പം
നെക്സ്റ്റ് ടൈം ഞാൻ ഇനി ക്ലബ് മെമ്പേഴ്സ് എടുക്കത്തില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അവരെ കൊണ്ട് പ്രോപ്പർട്ടി എടുപ്പിക്കുന്നത്. അവർക്ക് ഓബിയസ്ലി നല്ലതാണ്, ഒരു മന്ത്ലി ഇൻകം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. അപ്പം അവർക്ക് നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അവർ പ്രോപ്പർട്ടി എടുക്കാൻ അവർ ഇനഫ് എഫേർട്ട് ഇടുന്നു. അപ്പോൾ എനിക്ക് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ല കാര്യം അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം ഞാനായിട്ട് കൊടുക്കുന്ന ജോലിയും അവർക്ക് വേണ്ടി അവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ആസ്പെക്റ്റാണ്. അത് കാരണമാണ് ഇപ്പോൾ ഡിലേ ആവുന്നത്. അപ്പം റിയലി സോറി, കുഴപ്പമില്ല. നോ വറീസ്, വർക്കിംഗ് ഓൺ ഹിയർ, ഫ്യൂ വർക്ക് ലെഫ്റ്റ് ടു ഡു. ദ Airbnb landlord have been moved out here. We are trying to handle that. We don't know what to do. കുഴപ്പമില്ല. ഓക്കെ. അപ്പം പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരനടുത്ത് സംസാരിച്ച് വി നീഡ് എ ഡേറ്റ് ഫ്രം ഹിം. അയാൾ എന്നാണ് പുറത്ത് പോകുന്നത്, നമുക്കൊരു ഡേറ്റ് വേണം കൺഫേം ആയിട്ട്. അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയുക, വി ഹാവ് ഓൾസോ ഇൻവെസ്റ്റഡ് എക്സ് എമൗണ്ട്. അത് നമുക്ക് ലോസ് ആവും, കാരണം വി ആർ പ്ലാനിങ്, നമുക്ക് കുറേ ബുക്കിങ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലാ 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 ബ്ലാ. അതും പറയുക, എത്രയും പെട്ടെന്ന് പ്രോപ്പർട്ടി എടുക്കാൻ നോക്കുക. അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചാൽ എനിക്കറിയാം പുള്ളിക്കാരൻ 2 തവണ പറഞ്ഞ് ഡേറ്റ് മാറി. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്റ്റേൺ ആയിട്ട് നിന്നാൽ മതി, അധികം ഇഷ്യൂ ആക്കണ്ട. എന്നാലും നിങ്ങളുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാണ്, നിങ്ങളെ കമ്പനിയാണ് പുള്ളിക്ക് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഹിം വിത്ത് യു, സോ ഇറ്റ്സ് ഹിം ഡീലിംഗ് വിത്ത് യുവർ കമ്പനി. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഒരുപാട് നൈസായിട്ട് നിന്ന് തന്നു കൊടുക്കരുത്, നിങ്ങളെ കമ്പനിയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രൊഫഷണലായിട്ട് മാത്രമേ നിൽക്കാവൂ. പിന്നെ നമ്മൾ ഈ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതും എനിക്ക് ഒരു ഡേറ്റ് തന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം എനിക്ക് അതിനനുസരിച്ച് കുറച്ച് പ്ലാനിങ് ചെയ്യാനുണ്ട്, ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്. അപ്പം ഒരു ഡേറ്റ്, ഒരു റഫ് ഡേറ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, ഇനി ഒരു വോയിസും കൂടെ ഉണ്ട്, ഞാൻ കേൾപ്പിച്ച് 15 മിനിറ്റായിട്ട് ഞാൻ ബോറടിപ്പിക്കുകയാണോ എന്നറിയില്ല. ഇതേ കണക്ക് കുറേ ടാസ്ക് ഉണ്ട് കിടക്കുന്നത്. അപ്പം ഇതിങ്ങനെ 1 by 1 ആയിട്ട് തീർത്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ 12:10. എത്രയും പെട്ടെന്ന് ജിമ്മിലേക്ക് പോകണം. ജിമ്മിൽ പോയിട്ട്, ഇവിടുത്തെ ഹോട്ടൽ ജിമ്മാണ്, നല്ലതാണെന്ന് തോന്നുന്നു. നൊവോട്ടിലാണ് ഹോട്ടൽ. ലെറ്റ്സ് സീ. എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഒരു 3 മണിയായപ്പോൾ ഞാൻ പോയി ജിമ്മിൻ്റെ കീ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നല്ലതാണോ എന്നറിയില്ല. എനിക്കൊന്ന് ജിമ്മിലൊന്നും ആരും പോകാറില്ല എന്ന് തോന്നുന്നു. ആൾ സംസാരിക്കുന്ന കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നിച്ചത്. അപ്പോൾ ഇനി ഒരു വോയിസും കൂടെ ഉണ്ട്, പക്ഷേ അതെനിക്ക് 1% ക്ലബ് മെമ്പർ അല്ല, നമ്മളെ ബിസിനസ് ക്ലബ് മെമ്പറാണ്. സോ അത് ഐ എം നോട്ട് ഗോണ പ്ലേ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ. കാരണം ഐ തിങ്ക് ഇറ്റ്സ് മോർ പ്രൈവറ്റ്. അപ്പം അത് വിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അയ്യോ, വേറെയും മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. എല്ലാം കൂടെ ഇപ്പം ഞാൻ കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ ഇരുന്നിരുന്ന് ബോറടിക്കും. അപ്പോൾ അടുത്തത് ഐ എം ഗോണ ക്വിക്ക്ലി ഹാവ് മൈ പ്രീ വർക്കൗട്ട് ആൻഡ് ദെൻ ഉടുപ്പിട്ടിട്ട് നേരെ ജിമ്മിലേക്ക് പോവാം. സോ പ്രീ വർക്കൗട്ടും ഉണ്ട്, ഫാറ്റ് ബേണറും ഉണ്ട്. പ്രീ വർക്കൗട്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല, എന്നാലും അന്ന് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതെടുത്തതാണ്. സൈക്കോട്ടിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, നേരെ വായിലിട്ടിട്ട് കുടിച്ചാൽ മതി. ഷേക്കർ കഴുകണ്ട, വായനകത്തിട്ട് തന്നെ കുലിക്കിയാൽ മതി. പണ്ടാണെങ്കിൽ ഇത് കണക്ക് പൊടി വായിലൊക്കെ ഇട്ടിട്ട് ബ്രീത്ത് ചെയ്യും. ബ്രീത്ത് അതിനകത്ത് വായി കിടക്കുന്ന പൊടി മൂക്കിൽ കൂടെ കയറും. അതുകൊണ്ട് ഒരു കാരണവശാലും പൊടി ഡയറക്റ്റ് വായിലിടുന്നെങ്കിൽ ബ്രീത്ത് ചെയ്യരുത്. ബ്രെത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ആൻഡ് ദെൻ വായിൽ വെള്ളം ഒഴിക്കുക, ഷേക്ക് ചെയ്യുക, കുടിക്കുക. ഒരു കാരണവശാലും വായിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ബ്രീത്ത് ചെയ്യുകയോ ചിരിക്കുകയോ ചുമക്കുകയോ എന്തെങ്കിലും ചെയ്താൽ തീർന്ന്. ഹൈഡ്രോക്സിക്കട്ട് മസിൽ ടെക്കിൻ്റെ ഒരു ഫാറ്റ് ബേണറാണ്. ഇതാണ് അറ്റ് ദ മൊമെൻ്റ് എടുക്കുന്നത് വയറ് കുറയ്ക്കാനായിട്ട്. يا من صنعتم في الأرض نورا يا قلوبا فيها الوفاء
أهلا وسهلا قولا ولحنا منا لكم كل احترام. أنتم بنيتم أنتم زرعتم في همة حب الأنام، في همة حب الأنام. يا دعاة رب السماء يا من صنعتم في الأرض نورا، يا قلوبا فيها الوفاء بشراكم اليوم سرورا. أعلامنا قد شاع صدقا في سعيكم نحو السلام، كانت بداية حتى النهاية في قلبكم صدق الكلام، في قلبكم صدق الكلام. يا دعاة رب السماء يا من صنعتم في الأرض نورا، يا قلوبا فيها الوفاء بشراكم اليوم سرورا. ساهمتم في نشر خير مثل السحاب والغمام، بوركتم من رب دوما حققتم. അങ്ങനെ ഒന്നല്ല 1 2 3 ഉംറ ചെയ്തു. ഇപ്പോൾ ദാ ഞങ്ങൾ ഫസ്റ്റ് ഉംറ കഴിഞ്ഞിട്ട് ഞാൻ മുട്ടയടിച്ചില്ല, സെക്കൻഡ് ഉംറ കഴിഞ്ഞിട്ടാണ് മുട്ടയടിച്ചത്. അങ്ങനെ അടിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് മുട്ടയും കടിച്ചു. ഇനി വി ആർ പാക്കിംഗ് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ മദീനയ്ക്ക് പോവാണ്. നമ്മളൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്, ഒരു ഹൈയേഴ്സ് എന്ന് പറഞ്ഞാൽ 11 സീറ്ററാണ്. അപ്പോൾ നമുക്ക് പെട്ടിയെല്ലാം കയറും. നമ്മളൊരു 6 അഡൽട്ട്സും 1 2 3 കുട്ടികളുമുണ്ട്. അപ്പം ഇവിടുന്ന് നേരെ ഇനി ബാക്ക് ടു മദീന. എനിക്കറിയാം ഞാൻ മക്ക വ്ളോഗ് 2 എന്നാണ് പറഞ്ഞത്, പക്ഷേ ആക്ച്വലി മക്കയിലത്തെ അല്ല കാണിക്കുന്നത്. ഇവിടെ അധികം പുറത്തൊന്നും പോയില്ല, കാരണം കുറേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ അധികം പുറത്തൊന്നും പോയില്ല, അതുകൊണ്ടാണ് അധികമൊന്നും വ്ളോഗ് ചെയ്യാത്തത്. നേരെ ഹോട്ടലിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തു, അങ്ങോട്ട് ഹറമിലേക്ക് പോയി പ്രെയർ ചെയ്തു, തിരിച്ചു വന്നു. അതായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഹോട്ടലിൽ ഇരുന്നുള്ള വർക്ക് തന്നെയായിരുന്നു. അതായിരുന്നു ഞാൻ പിന്നെ അധികം ഒന്നും റെക്കോർഡ് ചെയ്യാത്തത്. പിന്നെ ജിമ്മിലും പോയി. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഓൾറെഡി കുറച്ച് കണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്, ഐ പോസ്റ്റ് ഇറ്റ്. അപ്പം വി ആർ ഗോണ ചെക്ക് ഔട്ട് ആൻഡ് ദെൻ ബാക്ക് ടു അവർ ന്യൂ പ്ലേസ് മദീന. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. പുള്ളി എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഈ അവിടുത്തെ സംഭവങ്ങൾ ഹൗ ടു യൂസ് ദ പ്രോപ്പർട്ടി എന്നുള്ളൊരു ഗൈഡ് പ്രിൻ്റ് എടുത്ത് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം തെർമോമീറ്റർ എങ്ങനെ യൂസ് ചെയ്യുന്നു, കിച്ചൺ എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങൾ അതിനായിട്ടുള്ളൊരു ഗൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം എന്ന്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് പറഞ്ഞാണോ? എനിക്ക് മനസ്സിലാവില്ല. ഹീസ് പുഷിങ് മീ. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. മുമ്പ് പുള്ളി പ്രോപ്പർട്ടി മാനേജ്മെന്റ് തന്നപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കില്ലായിരുന്നു, മാനേജ് ചെയ്യുന്നു കൊടുക്കുന്നു, ആ ഒരു സെറ്റപ്പായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ അത് മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റാണ്. കാരണം ഗസ്റ്റ് വരാൻ നേരത്തെ ഗസ്റ്റിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ഗൈഡ് വെക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം സത്യം പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റാണ്. അതായത് പ്രോപ്പർട്ടി ഹീറ്റിംഗ് എങ്ങനെ യൂസ് ചെയ്യും, അതും ഇതും അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ ഇതെല്ലാം ഇമെയിലിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഗൈഡ് അവിടെ വെക്കുന്നതാണ്. അത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതൊരു ബുക്ക് പോലെയോ പേപ്പർ പോലെയോ ഒക്കെ വെച്ചാൽ അവർ കീറി കളയും, മിസ്സായി പോവും, അതുപോലത്തെ ഇഷ്യൂസ് എല്ലാം വരും. അപ്പം മെയിൽ അയക്കാൻ നേരത്തെ ഇവരാരും നോക്കത്തില്ല. ഇങ്ങനെ സ്വഭാവം ഉണ്ട് ഇവർക്ക്. ഗസ്റ്റ് പല ആൾക്കാരും നോക്കത്തില്ല. നമ്മളൊരു ഗൈഡ് അവിടെ ഒരു ബുള്ളറ്റിൻ ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. ആരും അത് ഇളക്കാൻ നിൽക്കത്തില്ല അധികം ആൾക്കാർ. പക്ഷേ നമ്മൾ ബുക്ക്ലെറ്റ് പോലെ വെക്കാൻ നേരത്തെയാണ് ഇവരെടുക്കുന്നതും തട്ടിക്കളയുന്നതും അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം വരുന്നത്. അപ്പം അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അത് ടു ബി ഓണസ്റ്റ് യെസ്, അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമാണത്.
ودادا ليكن حبك للأرض مداد قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد ليكن يومك للشعب ودادا ليكن حبك للأرض مداد قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد زايد الخيرات سل عنه شمالا ഇവിടെ വന്ന് തണുപ്പടിച്ചിട്ട് എനിക്ക് എൻ്റെ ത്രോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക. അങ്ങനെ എപ്പോഴും ചൂടുവെള്ളം കുടിക്കേണ്ടി വരുന്നു. ഞാനാണെങ്കിൽ തണുത്തത് കുടിക്കുന്നത് നിർത്തി വെച്ചാൽ തണുത്ത കുടിക്കുമ്പോഴായിരുന്നു ത്രോട്ട് ഡ്രൈ ആവുന്നത്. ഇപ്പം തണുത്ത കുടിക്കുന്നില്ല, പക്ഷേ ഇവിടുത്തെ തണുത്ത കാറ്റടിച്ചിട്ട് തന്നെ മൂക്കിൽ കൂടിയും ചെവി കൂടിയും എല്ലാം തണുപ്പ് കയറിയിട്ട് ഭയങ്കരമായിട്ട് ത്രോട്ട് ഡ്രൈ ആവുകയാണ്. അത് കാരണം ഈ ഒരു ഹോട്ട് ഡ്രിങ്ക് വാങ്ങിച്ചതാണ്, ഒരു ലാറ്റെ. ഇതാണെങ്കിൽ കുടിക്കാനേ കൊള്ളില്ല. ജസ്റ്റ് ഇതിലും ഭേദം ചൂടുവെള്ളം കുടിക്കുന്നതായിരുന്നു. ഞാൻ ഷുഗർ ഇടാറില്ല, ഷുഗർ അവിടെ ഇവിടെ കഴിക്കാറുണ്ട്, എന്നാലും ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യും. പക്ഷേ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചൊരു ഡ്രിങ്കായിരുന്നു ഇത്. അയ്യോ, ഇതിനിപ്പോൾ മീഡിയം സൈസ് വാങ്ങിച്ചു, എന്നിട്ട് നല്ല വലിപ്പമുണ്ട്. എങ്ങനെ കുടിച്ച് തീർക്കും എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എയർബിഎൻബിയിൽ നിന്നും മക്കയിൽ നിന്ന് മദീനയിലെത്തി. മദീനയിൽ എയർബിഎൻബിയിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്യുന്ന ആക്ച്വലി നാളെയാണ്, പക്ഷേ ഇന്ന് തന്നെ നമ്മൾ ഇറങ്ങി. കാരണം ഇന്ന് രാത്രി അല്ല, അടുത്ത ദിവസം രാവിലെ 2:30 ഫ്ലൈറ്റ്. അപ്പം തലേന്ന് രാത്രി 11:30 ആയപ്പോഴേ എയർബിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സിസ്റ്ററും ഹസ്ബൻഡും എല്ലാം പോയി, പാപ്പ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ മാത്രമാണ്, അവർ വേറെ വഴിയാണ് പോകുന്നത്. ഞാനും വൈഫും മോളും മാത്രമാണ് കറൻലി മദീന എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ഇവിടെ തിരക്ക് നല്ല കുറവാണ്. കാരണം എനിക്ക് തോന്നി യാത്രക്കാർ കുറവാന്ന് തോന്നി, എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഒട്ടും ആൾക്കാരില്ല. ഫ്ലൈറ്റിൽ അവർ പറഞ്ഞു എത്രയായിരുന്നു, 120 സീറ്റിൽ നിന്ന് 50 സീറ്റ് ഒഴിഞ്ഞു കിടക്കാമെന്നോ, നിയർലി ഹാഫ് ഫ്ലൈറ്റ് എം ടി ആണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഗേറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ നിറച്ച് ആൾക്കാർ, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ബിസിനസ്സായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എക്കോണമിയാണ് ഞാൻ എടുത്തത്. അപ്പം ഇപ്പം പെട്ടെന്ന് ബിസിനസ് ആക്കിയാലോ എന്ന് പറഞ്ഞ് ആക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടുന്ന് മദീനയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് എക്കോണമി മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറയുക, ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡും സെയിം, എല്ലാം സെയിം ആയിരിക്കും, ഒരു കാര്യമില്ല. അതുകൊണ്ട് അയാൾ വെറുതെ പറഞ്ഞ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞ സീറ്റേ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത് ഈ ഒരു ഫ്ലൈറ്റിൽ. കാരണം ആൾക്കാർ കുറവായിട്ടാണ് അവർ ഈ ഫ്ലൈറ്റ് എടുക്കുന്നത് എന്നവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് മസ്കറ്റ് വരെ ഒമാൻ എയറിലാണ് പോകുന്നത്. ഇവിടുന്ന് പക്ഷേ മസ്കറ്റ് അല്ലല്ലോ, ഇവിടുന്ന് ഒമാൻ വരെ നമ്മൾ എക്കോണമി. ആൻഡ് ദെൻ അവിടുന്ന് മോസ്റ്റ് ലൈക്ലി ഞാൻ അവിടെ ചെന്നിട്ട് റീസണബിൾ ആണെങ്കിൽ ബിസിനസ് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ എക്കോണമി തന്നെ ആയിരിക്കും നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒമാനെത്താൻ 3 മണിക്കൂർ എന്തോ ആണ്, ഒമാനിൽ നിന്ന് നാട്ടിൽ കൊച്ചിയിലെത്താനായിട്ട് ഒരു 3.5 മണിക്കൂർ എന്തോ ആണ്. അപ്പോൾ 3.5 മണിക്കൂർ ബിസിനസ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ദുബൈയിൽ നിന്ന് നാട്ടിൽ പോകുന്ന 3.5 മണിക്കൂറാണ്. എനിക്കറിയില്ല എടുക്കണം വേണ്ടിയൊന്നും, അവിടെ ചെല്ലുമ്പം എങ്ങനെയുണ്ട് നോക്കാം. റീസണബിൾ ഫെയർ ആണെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എക്കോണമി തന്നെ പോകേണ്ട കാര്യമുള്ളൂ, ബിസിനസ് എടുക്കേണ്ട കാര്യമില്ല. ഇനി നാട്ടിൽ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ഫ്ലാറ്റിൽ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് നമ്മളെ ഫ്ലാറ്റിൽ നമ്മൾ കിടക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് തോന്നുന്നു നോമ്പ് തുടങ്ങാൻ തോന്നുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് എത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെ അല്ല, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്തുന്നത്. നോമ്പ് ശനി അല്ലെങ്കിൽ ഞായറാന്ന് തോന്നുന്നു. അപ്പം അടുത്ത ദിവസം രാവിലെ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഇടത്താഴം കഴിച്ചിട്ട് നേരെ കൊല്ലത്തേക്ക് വിടാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്നിട്ട് കുറച്ച് നാൾ ഞാൻ നാട്ടിൽ കാണും. അത് കഴിഞ്ഞിട്ട് ഐ എം പ്ലാനിങ് ടു, ഉറപ്പില്ല, ജസ്റ്റ് പ്ലാൻ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടുന്ന് ഐ എം പ്ലാനിങ് ടു
ഗോസ് സൗദി അഗാൻ, അവിടുന്ന് UK, അവിടുന്ന് ബാക്ക് ടു നാട്ടിലേക്ക്, അവിടുന്ന് ദുബായ്, അവിടുന്ന് ചിലപ്പം UK. ഇതാണ് കറണ്ട് പ്ലാൻ. ഇതുപോലെ നടക്കും എന്ന് ഓരോ ഉറപ്പുമില്ല. പക്ഷേ യാത്രകൾ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഓർഡർ ആയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്റ്റപ്പ് ആയിരിക്കും. കാരണം ഞാൻ ഇന്ന് ആക്ച്വലി നേരെ UK പോകാൻ നിന്നെയാണ്. പക്ഷേ നാട്ടിലേക്കാണ് പോകുന്നത്. കാരണം എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോഴാണ് പിന്നെ വൈഫും പറഞ്ഞത് ഞാൻ മീറ്റിങ്സ് ഒന്നും സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല, ഇവൻറ്റ്സ് നടത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വെറുതെ ഞാൻ അവിടെ ചെന്ന് ലാസ്റ്റ് മിനിറ്റ് ഇവൻറ്റ് നടത്തിയാൽ നല്ലതായിരിക്കും. നമ്മളെപ്പോൾ ഇവൻറ്റ് നടത്തിയാലും അടിപൊളിയായിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഒരു മാസം അറ്റ്ലീസ്റ്റ് നേരത്തെ എല്ലാവരോടും പറഞ്ഞു വെച്ച് ഇവൻറ്റ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് കണക്ക് മീറ്റിങ്സ് ഒന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ അവിടെ വരെ പോയി ലാസ്റ്റ് മിനിറ്റ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ കുറേ ക്യാൻസലായി പോകും, കുറച്ച് നടക്കും, പിന്നെ അവിടെ കറങ്ങിയടിച്ച് അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് വൈഫ് പറഞ്ഞു നമുക്ക് നാട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ഓക്കെ, അതാണ് നല്ലത്. നാട്ടിൽ പോയിട്ട് നാട്ടിലത്തെ പരിപാടികൾ ചെയ്യാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ചിലപ്പം ഉറപ്പില്ല, നമ്മളൊരു ബിസിനസ് ബൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് ബെറ്ററാക്കി നല്ല സ്കെയിലപ്പ് ചെയ്യണം. അതാണ് പ്ലാൻ. മോർ ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ് ഉടനെ. ഉറപ്പായിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ എൻ്റെ അമ്മ, ഞാൻ വേറെ ആളെപ്പോലെ തന്നെ ഇരിക്കുന്നു, മുട്ടയടിച്ചിട്ട് തലയൊക്കെ ഇളകുന്നു ലൈറ്റ് അടിച്ചിട്ട്. അപ്പം അതാണ് പ്ലാൻ. അപ്പം നാട്ടിലെത്തിയിട്ട് കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകണം. അവിടുന്ന് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് UK ആണ് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഉറപ്പില്ല UK ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോകേണ്ട ആവശ്യമുണ്ട്. 1 by 1 ആയിട്ട് ഇൻഷാ അല്ലാഹ് പ്രൊസീഡ് ചെയ്യും. ബാക്കി അപ്ഡേറ്റ്സ് ഫ്ലൈറ്റിലെത്തതും കൊച്ചിയിലെത്തതും ഉടൻ വരുന്നതായിരിക്കും. സോ ഫ്ലൈറ്റ് ലിറ്ററലി എംറ്റി ആണ്. എത്ര സീറ്റ്സ് ആയിരുന്നു ഫ്ലൈറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ 120 140? എത്ര സീറ്റ്സ് ഓക്യുപ്പൈഡ്? ഐ തിങ്ക് ദേ സെഡ് 50 സീറ്റ്സ് ആർ എംറ്റി എന്നല്ലേ പറഞ്ഞാൽ. സോ 140 സീറ്റാണ് ടോട്ടൽ ഫ്ലൈറ്റിലുള്ളത്. അതിൽ 50 സീറ്റ് എംറ്റി എന്നാണ് അവർ. 50 സീറ്റ് എംറ്റി എന്നാണോ 50 സീറ്റ് ഓക്യുപ്പൈഡ് ആണോ എന്ന് ഡൗട്ടുണ്ട്. കണ്ടിട്ട് 50 സീറ്റ് എംറ്റി അല്ല, 50 സീറ്റ് ഓക്യുപ്പൈഡ് ആണെന്ന് തോന്നുന്നു. വിച്ച് മീൻസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ഫ്ലൈറ്റ് എംറ്റി ആണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചതിൽ നമുക്ക് ലെഗ് റൂം കൂടുതലുണ്ടല്ലോ. ആക്ച്വലി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തിരിച്ച് ലെഗ് റൂം കുറവുള്ള സ്ഥലത്തോട്ട് വന്നു. കാരണം നമ്മൾ സീറ്റ് നമ്പർ നോക്കിയല്ലേ ഇരിക്കുന്നത്, ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക. കാരണം ആരുമില്ല. എംറ്റി. ഇഫ് യു ക്യാൻ സീ ദ ഫ്ലൈറ്റ്, കണ്ടോ, ഫുൾ എംറ്റിയാണ്. അപ്പം ലെഗ് റൂം നേരത്തെ ഇരുന്ന സ്ഥലത്ത് കൂടുതലുണ്ടായിരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത് എക്സിറ്റ് വരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ലെഗ് റൂം കൂടുതലുണ്ട്. പക്ഷേ അവർ പറഞ്ഞു, ആദ്യം പറഞ്ഞു എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞുണ്ടായതുകൊണ്ട് എക്സിറ്റ് ഉള്ള സ്ഥലത്ത് ഇരുന്നൂടാ, മാറിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ സ്ഥലത്ത് ഇരുന്നപ്പോൾ ബാക്കിയെല്ലാം കൺജസ്റ്റഡ് ആണ്. അപ്പം കൺജസ്റ്റഡ് അല്ല, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഫുഡ് എത്തി. കൊള്ളാവോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല, പക്ഷേ കാര്യമായിട്ടൊന്നും ഇതിനകത്തില്ല. ഇതെന്താണ്? ഓറഞ്ച് അല്ലല്ലോ അത്. അല്ല, ഓറഞ്ച് അല്ലല്ലോ. എന്താ അത്? മാംഗോയോ പപ്പായയോ ഏതോ ഒരു ഫ്രൂട്ട് തന്നിട്ടുണ്ട്. ഒരു ബണ്ണ് തന്നിട്ടുണ്ട്. പിന്നെ പൊട്ടേറ്റോ സാൻഡ്വിച്ച് ആൻഡ് എഗ്ഗ്. ഹെൽത്തിയാണ്. ടേസ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓപ്ഷൻസ് വളരെ കുറവാണ്. എന്തായാലും കഴിച്ച് നോക്കാം. ഞാൻ ഫുഡ് കാണിച്ചു തരാം. പൊട്ടേറ്റോ സാൻഡ്വിച്ച് അല്ല, പൊട്ടേറ്റോ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, സാൻഡ്വിച്ച് അല്ല, സോസേജ്. സാൻഡ്വിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി. അപ്പോൾ സോസേജാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ വി ഹാവ് പൊട്ടേറ്റോ. ഇതെന്താ ബീൻസും ഉണ്ടോ അതിനിടയ്ക്ക്? ഇത് മിഡ് നൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണോ വന്നത്? ഓക്കെ. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തന്നു. സോസേജ്, പൊട്ടേറ്റോ, എഗ്ഗ്, ബൺ, 7 up. ഇത്
ഇത് എനിക്കറിയില്ല ഇതെന്താന്ന്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഒരു വെള്ളം. സോ ഇതാണ് നമ്മളെ ഇന്നത്തെ മീൽ എന്ന് പറയുന്നത്. അയ്യോ, ഫ്ലൈറ്റ് കൊള്ളാമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇടുക്ക് ഫ്ലൈറ്റാണ്. അതായത് ഇവിടെ 3 സീറ്റ്, അവിടെ 3 സീറ്റ്, അത്രയേ ഉള്ളൂ, ഡൺ. പിന്നെ നമ്മൾ ഈ ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ റൺവേയിൽ നിന്ന് എടുത്ത് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ അവർ ടേക്ക് ഓഫ് ചെയ്തില്ലേ. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ സ്പീഡ് ഇനിഷ്യലി ഒരു നല്ല സ്പീഡിലെടുക്കുന്നത് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ഫ്ലൈറ്റ് ആണല്ലോ. യൂഷ്വലി വലിയ ഫ്ലൈറ്റല്ല നമ്മൾ എയർബസ് A380 എല്ലാം എടുക്കാൻ നേരത്തെ ഫ്ലൈറ്റ് വലുതായതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകുന്നത് നല്ലപോലെ അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നല്ലപോലെ അറിയാൻ പറ്റും. മൊട്ടത്തിലേക്ക് തിളങ്ങുന്നു. അപ്പം അതാണ് ഫ്ലൈറ്റിലത്തെ ന്യൂസ്. ഇതുവരെ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഒന്നുമില്ല, ടി വി ഇല്ല, ഒന്നുമില്ല. ഇരിക്കുക, കഴിക്കുക, ഉറങ്ങുക, സ്ഥലത്തെത്തുക. ഇനി ഒമാൻ എത്തിയിട്ട് നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം. നമുക്ക് എത്ര നേരമുണ്ട് ലേ ഓവർ? അപ്പോൾ 2 hours ലേ ഓവർ യൂട്ടിലൈസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ബിസിനസ് ആക്കാമെന്ന് അയാൾ പറഞ്ഞത് ഗേറ്റിലെത്തിയിട്ടാണോ? അപ്പോൾ ഗേറ്റിലെത്തിയിട്ടാകുമ്പോൾ ലോഞ്ചും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബിസിനസ് എടുത്താലും ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലൈറ്റിലെ സീറ്റ് മാത്രമല്ലേ? അപ്പോൾ നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് ഈ പറഞ്ഞ കണക്ക് കൗണ്ടർ ഏതെങ്കിലും കണ്ടുപിടിച്ചാലേ നമുക്ക് അവിടുന്ന് ബിസിനസ് ആക്കിയാൽ ലോഞ്ച് യൂസ് ചെയ്യാനും പറ്റും. കണക്ക് ഒബ്വിയസ്ലി സീറ്റും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെല്ലുന്ന എയർപോർട്ടിൽ ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് മാത്രം കയറി പോകേണ്ടി വരും. ലോഞ്ചിൽ പോയി അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും കഴിക്കുമ്പോൾ ഇത് അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എടുക്കാൻ വേർത്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റേറ്റ്സ് നമുക്കറിയില്ല എനിവേ. അപ്പം ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റാതെ ബിസിനസ് എടുക്കേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം. അതുമല്ല, നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂറാണ് ലേ ഓവർ ഉള്ളത്. അപ്പോഴത്തേക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബിസിനസ് ക്ലാസ് ആക്കി ലോഞ്ച് യൂസ് ചെയ്ത് അവിടുന്ന് ഫുഡും കഴിച്ച് സെക്യൂരിറ്റിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ ബേസിക്കലി ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലൈറ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ ഗേറ്റിൽ പോയിട്ട് ബിസിനസ്സിലോട്ട് എല്ലാം കൺവേർട്ട് ചെയ്ത് ബിസിനസ് ക്ലാസ്സിൽ കയറി വരാനേ പറ്റും. നമുക്ക് നോക്കി വെക്കാം. അവിടെ ചെന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പം എനിക്ക് ഒബ്വിയസ്ലി ചൂടായിട്ട് ആകെ കിട്ടുന്നത് ചായയും കാപ്പിയാണ്. അപ്പം ഞാൻ എപ്പോഴും അത് മാത്രമേ വാങ്ങിക്കുള്ളൂ. കാരണം എനിക്ക് ഒരു 2 വർഷം മുന്നേ ടോൺസിലൈറ്റിസ് വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ENT ഡോക്ടർ പറഞ്ഞു ഞാൻ തണുത്തത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഐസ്ക്രീം ഒന്നും തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തേക്കാണ്. അപ്പം അയ്യോ, ലൈറ്റ് പോയല്ലോ. 1 മിനിറ്റ് ലൈറ്റ് വിട്ടെ. ഓക്കെ, ഫ്ലൈറ്റിൽ ഉറങ്ങാൻ ടൈമായി. എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ അന്ന് തൊട്ട് തണുത്തതൊന്നും കഴിക്കാറില്ലായിരുന്നു. അപ്പം എന്താ പറയുക, ഈ ഫ്ലൈറ്റിൽ നമ്മൾ ഈ ബോട്ടിൽ വെള്ളം തന്നെ ഭയങ്കര തണുപ്പാണ്. ഭാഗ്യത്തിന് ഇത് വലിയ കുഴപ്പമില്ല. അപ്പം റീസെൻ്റ്ലി മദീനയിലും മക്കത്തും എല്ലാം തണുപ്പാണ്. എന്നാലും ഭയങ്കര തേഴ്സ്റ്റി, ഭയങ്കര ദാഹം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് കഴിക്കും. നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റ് വന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് പേടിയാണ് കുടിക്കാൻ. സത്യം പറഞ്ഞാൽ ചുമ തുടങ്ങും. അപ്പോൾ ചുമ പേടിച്ചിട്ട് മാത്രമാണ്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഞാൻ കുടിച്ച് കണ്ടറിയാൻ കുറച്ച് കഴിയുമ്പോൾ ചുമയ്ക്ക് വന്നു. അപ്പം 3.5 മണിക്കൂർ അല്ല 3 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് ഒമാനിലേക്ക് എത്താനായിട്ട്. അപ്പോൾ TV ഇല്ല, ഒന്നുമില്ല. ഞാൻ TV കാണാറില്ല. എനിവേ വളരെ ചുരുക്കം, ഭയങ്കര റെയറായിട്ട് മാത്രമാണ് TV കാണുന്നത്. അപ്പം നമ്മൾ ഓഡിബിൾ ആപ്പ് എടുക്കാം. ഞാൻ എയർപ്ലെയിൻ മോഡാണ് ഇട്ടേക്കുന്നത്. അയ്യോ, പണി കിട്ടിയോ. എയർപ്ലെയിൻ മോഡ് ഇട്ടേക്കാൻ നേരത്തെ ഓഡിബിൾ ഓപ്പൺ ആവുന്നില്ല. എയർപ്ലെയിൻ മോഡ് മാറ്റിയിട്ട് നോക്കാം. രക്ഷപ്പെട്ട് വന്നു. നെറ്റ് വേണ്ട, കാരണം ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. സോ ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ജിം ലോഞ്ച് സീക്രട്സ് ഉണ്ട്. പിന്നെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പം അത് ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല.
പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്ന് ദ ഇ മെത്ത് റീവിസിറ്റഡ്. ഇത്രയാണ് ഒന്നും കൂടെ ഉണ്ട്, സമ്മറി ഓഫ് ഹൗ ടു ഫെയിൽ അറ്റ് ഓൾമോസ്റ്റ് എവറിത്തിങ് ആൻഡ് സ്റ്റിൽ വിൻ ബിഗ്. അത് സമ്മറിയാണ്. അതെനിക്ക് സമ്മറി വലിയ താല്പര്യമില്ല. അതുമല്ല, ഒരു ലേഡി സംസാരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അവർ സംസാരിക്കുന്ന രീതി. അപ്പം എനിക്ക് പേഴ്സണലി ഈ ഓഡിബിൾ ആണല്ലോ, നമ്മൾ വായിച്ച് കേൾപ്പിക്കുകയാണല്ലോ. അപ്പോൾ സംസാരിക്കുന്ന ആളുടെ സൗണ്ടല്ല, ദ വേ ദ സ്പീക്ക്, അവരുടെ ആക്സെൻറ്റ്, ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബുക്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിർത്തി കളയും പകുതി വെച്ച്. അപ്പം ഇതുവരെ ഞാൻ പകുതി വെച്ച് നിർത്തി കേൾക്കാതിരുന്നിട്ടില്ല, ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ഇപ്പോൾ ലെറ്റ്സ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ, ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്ര നല്ല ബുക്ക് ഞാൻ കേൾക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, നല്ല ബുക്ക് കേൾക്കുവാണെങ്കിൽ ഒരുപാട് നോട്ട്സ് ഞാൻ എഴുതിയിടും. അപ്പം വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ബുക്ക് കേട്ടുകൊണ്ടിരുന്ന നോട്ട്സ് എഴുതിയിടണം. പിന്നെ വർക്കൗട്ട് നിർത്തി വെച്ചിട്ട് ഫോൺ എടുത്ത് നോട്ട്സിനകത്ത് കയറി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിടണം. അപ്പം വർക്കൗട്ട് അവസാനം മുടങ്ങും. മെയിൻ എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് നടക്കണം, സൈമൾട്ടേനിയസ്ലി കുറച്ച് നോളജും കൂടെ കൺസ്യൂം ചെയ്യണം. അപ്പോൾ അതിനാണ് ബുക്ക് കേൾക്കുന്നത് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക്. ഇതിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബുക്ക് കേട്ടേ പറ്റത്തുള്ള അവസ്ഥയാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും നോട്ട്സ് എഴുതിയെടുക്കേണ്ടി വരില്ല എന്ന രീതിയിലത്തെ ബുക്സാണ് ഞാൻ യൂഷ്വലി കേൾക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, നോട്ട്സ് ഞാൻ കുറേ എഴുതിയിട്ടാറുണ്ട്. ഇപ്പം $1 million പുള്ളിയുടെ ബുക്കിൻ്റെ പേരെന്തായിരുന്നു, അലക്സ് ഹോർമോസിയുടെ 100 million leads. അത് തന്നെ, 100 million leads കിട്ടി. അപ്പോൾ അതിനകത്തു നിന്നുള്ള നോട്ട്സാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയേ ഉള്ളൂ, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ 100 million ഓഫേഴ്സിനകത്ത് നോട്ട്സ് ഇല്ലേ, അതില്ലാന്ന്. പിന്നെ വേറെ ഞാൻ റീസെൻ്റ്ലി കേട്ട ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ബൈ ബാക്ക് യുവർ ടൈം. അതിനകത്തും കുറേ ഉണ്ട് നോട്ട്സ്, ബൈ ബാക്ക് യുവർ ടൈം. ഇത് ഞാൻ അതിനകത്തുനിന്ന് എഴുതിയിട്ട നോട്ട്സാണ്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബുക്ക് കേൾക്കുമ്പോഴേ നല്ലതാണ്, നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. നമ്മൾ പല നോളജും നമ്മൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും, അയ്യോ ഇതിങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി നോളജ് ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളതങ്ങ് മറക്കും, മനസ്സിലായില്ലേ? അപ്പം ഒരു കാര്യത്തിന് നോളജ് എന്ന് പറയണമെങ്കിൽ നമ്മളത് കേട്ട് നമ്മളത് കൺസ്യൂം ചെയ്ത് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇംപ്ലിമെൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നോളജ് എന്ന് വിളിക്കാൻ പറ്റൂ. ഇപ്പം നിങ്ങളൊരു കാര്യം കേട്ടു, അത് കൺസ്യൂം ചെയ്തു, അത് നിങ്ങൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു കാൻ കോൾ ഇറ്റ് നോളജ്. അത് നോളജ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളത് കൺസ്യൂം ചെയ്തിട്ടേ ഉള്ളൂ, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. പിന്നെ വെറുതെ തലയ്ക്കകത്തുള്ള കാര്യത്തിന് നോളജ് ഒന്നും പറയത്തില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിൽ നമ്മൾ കയറ്റുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ കാണുന്നു, സംസാരിക്കുന്നു, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു, നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൽ കൂടെ ആൾക്കാരെ കാണുന്നു, ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു. നമ്മൾ വർഷങ്ങളോളം അത് നമ്മൾ ഓർത്തിരിക്കുമോ? ഇല്ലല്ലോ. അതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്തല്ലോ, നമുക്കറിയാം അങ്ങനെ സംഭവിച്ചെന്ന്. പിന്നെ കുറേ ആൾ കഴിഞ്ഞ് ചോദിച്ചാൽ നമുക്കത് ഓർമ്മ വെക്കുമോ? കാണത്തില്ല. നമ്മളോട് ആരാവെന്ന് എന്താ ചോദിച്ചാൽ നമുക്കൊന്നും ഓർമ്മ കാണത്തില്ല. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ വരും. അതൊന്നും നോളജ് അല്ല. കാരണം പിന്നെ നമുക്കത് വെച്ച് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അത് നോളജ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതേ അവസ്ഥയാണ് നമ്മൾ ഈ ബുക്ക് നമ്മൾ കേട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കാർ ഓടിച്ച് ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്ത് നമ്മൾ റോഡിൽ മരങ്ങൾ കാണുന്നു, സ്ഥലങ്ങൾ പാസ് ചെയ്ത് പോകുന്നു, ഇതെല്ലാം നമ്മൾ കാണുമല്ലേ, ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, നമ്മൾ ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നോ? ഇല്ലല്ലോ. അപ്പം അതേ കണക്കാണ് ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാലും കൺസ്യൂം ചെയ്തതേ ഉള്ളൂ. അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ നോളജ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ബുക്ക് കേൾക്കുവാണെങ്കിൽ ആ ബുക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഈ ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ യൂസിനാണെങ്കിലും ഞാൻ ഈ ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞ് സ്വയം സമാധാനിച്ചിട്ട് കാര്യമില്ല. എന്താണ് ആ ബുക്കിൽ നിന്ന് പഠിച്ചത്, എന്തൊക്കെ ആ ബുക്കിൽ നിന്ന് ഓർമ്മയുണ്ട്, എന്തൊക്കെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇതേ കണക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നോളജ് എന്ന് വിളിക്കാൻ പറ്റും. സോ ഒരു ബുക്ക് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ എഴുതിയത് കണക്ക് നോട്ട്സ് എഴുതിയിടണം. എഴുതിയിട്ടിട്ട്
അത് റെഫർ ചെയ്യണം. നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ബിസിനസ് ആണെങ്കിൽ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ലൈഫിലാണെങ്കിൽ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഹെൽത്തിലാണെങ്കിൽ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെയാണ് ബുക്ക് വായിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെയാണ് ബുക്ക് കേൾക്കുന്നത്. അത് വെച്ച് ഒരു യൂസും ഇല്ല. അപ്പം ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ആ ബുക്കിൽ നിന്ന് കിട്ടത്തുള്ളൂ, അല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നോട്ട്സ് എഴുതി തരണം എന്ന് പറയുന്നത്. സോ ഐ എം ബാക്ക് ഇൻ കൊച്ചി. ഇനി ഇന്ന് എത്രയാണ് ഡേറ്റ്? 28-ാം തീയതി. നാളെ നോമ്പില്ല എന്നാണ് ആസ് പെർ നൗ ന്യൂസ് കേട്ടത്. സൺഡേ ആയിരിക്കും നോമ്പ്. അപ്പം ഞാൻ ഇവിടെ നിൽക്കാൻ പ്ലാനില്ല. കാരണം കൊല്ലത്ത് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നാളെ രാവിലെ ആദ്യം വിചാരിച്ച് സുഹൂർ ഫജർ രാവിലെ സുഹൂറും കഴിച്ച് നിസ്കാരവും കഴിഞ്ഞ് പോകാമെന്നാണ്. പക്ഷേ നാളെ നോമ്പില്ല എനിവേ. സോ ധൃതിയില്ല. എന്നാലും രാവിലെ തന്നെ ഇറങ്ങി അത്രയും നല്ലത്. കാരണം റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഓൾസോ ട്രാഫിക് കൂടുതലാണ്. അപ്പം രാവിലെ ഇറങ്ങിയാൽ സുഖമായിട്ട് വണ്ടി ഓടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ രാവിലെ ബാക്ക് ടു കൊല്ലം. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ വർക്ക്സ് ഉണ്ട്. ഇന്ന് എത്ര കോളാണ്! ഇന്നിപ്പോൾ രാത്രി സമയം 9:15 ഞാൻ കാണിച്ചു തരാം. 9:15 സമയമായി. എനിക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കോള് എത്രയെന്ന് ഞാൻ പറയാം. ഇന്ന് ചെയ്യാനുള്ളതാണ് കിടക്കുന്നതിന് മുന്നേ. 1 2 3 4 5 6 ഫോൺ കോള്. എല്ലാ കോളും എനിക്ക് 10 മിനിറ്റിൽ തീർത്തേ പറ്റത്തുള്ളൂ. കാരണം അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ 6 കോള് 10 മിനിറ്റ് വെച്ച് 60 മിനിറ്റ്, 1 മണിക്കൂർ പോകും. പക്ഷേ നീണ്ടുപോയാൽ അതിലും പാട്. ഞാനാണെങ്കിൽ ഭക്ഷണം പോലും നല്ലപോലെ കഴിച്ചിട്ടില്ല. ആകെ വയറൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നു. സെക്കൻഡ് ഫ്ലൈറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല, എക്കോണമി തന്നെയാണ് വന്നത്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗേറ്റ് എത്താൻ നേരത്ത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗേറ്റ് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് കയറിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. ഫ്ലൈറ്റ് കയറിയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഭാഗ്യത്തിന് നേരെ കയറി ബിസിനസ് ക്ലാസ് 2 സീറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പം കുട്ടി ഫ്ലൈറ്റ്, അവർ വലിയ ഫ്ലൈറ്റ് അല്ല, അതായത് 3 സീറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ ബിസിനസ് ക്ലാസ് സീറ്റ് നോക്കിയപ്പോഴത്തേക്ക് വലിപ്പമുണ്ട്, നല്ല രീതിയിൽ ലെഗ് റൂമുണ്ട്. പക്ഷേ ഇതാ ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അത് ബാക്കിലോട്ട് കിടക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ബിസിനസ് ക്ലാസ്സിൻ്റെ മെയിനെയും എനിക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണമെന്നില്ല. കാരണം ഞാൻ അത്ര ഹൈറ്റുള്ള ആളല്ല. അപ്പോൾ എനിക്ക് വിട്ടുണ്ട്, അത്യാവശ്യം ഞാൻ നല്ല വിട്ടുണ്ട്. അപ്പം വീതി വേണം. അപ്പം അതെനിക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ലെഗ് റൂം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ കിടക്കാൻ പറ്റണം. കാരണം എനിക്ക് ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ബാക്ക് പെയിനൊക്കെ വരും. അപ്പം കിടക്കാൻ പറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യുന്നത്. അപ്പം എന്തോ ഭാഗ്യത്തിന് ആപ്പിൽ ഒമാൻ എയറിൻ്റെ ആപ്പിൽ കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയില്ല. മദീന എയർപോർട്ടിൽ നിന്ന് പറ്റിയില്ല. ഒമാൻ എയർപോർട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻഫർമേഷൻ ഡെസ്കിൽ പോകാൻ. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗേറ്റിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റിൽ പോകാൻ. ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ലക്കിലി ബിസിനസ് ക്ലാസ് സീറ്റ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ വടി പോലെ ഇരിക്കും. നല്ല വലിപ്പമുണ്ട്, ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല വലിപ്പമുണ്ട്, ലെഗ് റൂമുണ്ട്. പക്ഷേ കിടക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് ടൈനി ഫ്ലൈറ്റാണ്, നമ്മൾ യൂഷ്വൽ ബിഗ് ഫ്ലൈറ്റ് അല്ല. അങ്ങനെ ഞാൻ എന്നാലും എടുത്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ സീറ്റിൽ പോയി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാം, കാരണം
കിടക്കാൻ രണ്ടിലും കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരുന്നു. പക്ഷേ വീടെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത ബോഡി പെയിനും ബാക്ക് പെയിനും തലവേദന എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ബിസിനസ് ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. എനിക്ക് റേറ്റ്സ് അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ ആപ്പിൽ നോക്കിയപ്പം ചീപ്പായിരുന്നു കാണിച്ചത്. ഒരാൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ 20,000 രൂപ. അപ്പോൾ എനിക്കും വൈഫിനും മോക്കും കൂടെ ചേർത്ത് കൂടിപ്പോയാൽ 60-ന് താഴെ വരത്തുള്ളൂ. കാരണം മോക്ക് സ്വല്പം കൂടെ കുറവായിരിക്കും. അപ്പോൾ 60,000 രൂപയ്ക്ക് താഴെ 3.5 hours ജേണി ബിസിനസ് ക്ലാസ് അത്ര വേർത്തല്ല. എന്നാലും ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ ക്ഷീണം കാരണം എൻ്റെ പ്രൊഡക്ടിവിറ്റി എഫക്റ്റ് ചെയ്യില്ല. അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, അപ്പോൾ അത് കാരണം എനിവേ ഇനി അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ എക്കോണമി തന്നെ ഇരുന്നങ്ങ് വന്നു. ഇവിടെ എത്തി. അത്യാവശ്യം നല്ല ബോഡി പെയിനും ബുദ്ധിമുട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കോളും മേക്ക് ചെയ്യാനുണ്ട്. എനിക്കിത് നാളത്തേക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, പക്ഷേ ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ഡൺ പെട്ടെന്ന് ഡിലേ ആക്കുന്നതിന് ഇഷ്ടമല്ല. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാം കഴിഞ്ഞ് ഒരു 12 മണിക്ക് മുന്നെങ്കിലും ഉറങ്ങണം എന്ന് വിചാരിക്കുന്നത്. നാളെ രാവിലെ എഴുന്നേറ്റ് 3-4 മണിക്കൂർ ഡ്രൈവിംഗ് ഉള്ള. അപ്പം ദാറ്റ്സ് എ റാപ്പ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദ വീഡിയോ. എനിക്കറിയാം ഒരുപാട് കണ്ടൻറ്റ് എനിക്ക് കയറ്റാൻ പറ്റിയില്ല. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ യൂട്യൂബ് ചെയ്യാനായിട്ട്. അപ്പം ഇവഞ്ച്വലി പതുക്കെ ഞാൻ നല്ല രീതിയിൽ കുറേ കൂടെ എൻഗേജിങ് ആക്കി നല്ല കണ്ടൻറ്റ്, നല്ല വ്യൂസ്, അതെനിക്ക് കൂടുതൽ സംസാരിക്കുന്നത്, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ എഡ്യൂറ്റെയിൻമെൻ്റ് ആക്കി മാറ്റാം. എൻ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേഷൻ രണ്ടും കൂടെ ചേർത്ത് ഞാൻ ആക്കി തരാം ഇൻഷാ അല്ലാഹ്. അപ്പം I'll see you guys in the next one. Bye-bye. تمحو بها ما كان مني في الزمان الأول. يا من يرى ما كان مني في الزمان الأول. يا من يرى ما كان مني في الزمان الأول. يا من يرى ويرى وصول غذا الجنين ببطنها في ظلمة الأحشاء بغير تمقره. يا من يرى